തീർച്ചയായും അങ്ങനെ അറസ്റ്റിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയ പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. നിർണായകമായ മണിക്കൂറിലാണ്. നേരത്തെ ശ്രീ ജോർജ് ജോസഫും ശ്രീ സുഭാഷ് ബാബു ഒക്കെ പറഞ്ഞതുപോലെ അറസ്റ്റ് എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിവേചനാധികാരമാണ്. അതിന് ഈ കോടതിയിൽ അറസ്റ്റ് ചെയ്താൽപ്പെട്ടാൽ പോലും കോടതിയിൽ ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഇനിയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു അറസ്റ്റിലേക്ക് പോവുക, ഒരു റിമാൻഡിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവതരമായ ഒരു കാര്യമായി മാറുകയാണ്. പ്രത്യേകിച്ചും ഈ ആരോപണത്തിന്റെ ഗൗരവ സ്വഭാവം അതുപോലെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഗൗരവമുള്ള വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. 10 വർഷത്തിൽ കുറയാത്ത ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന 376 ഭാരതീയ ന്യായ സംഹിതയിലെ 376 വകുപ്പ് ഗൗരവമുള്ള വകുപ്പാണ്. അത് ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ് എന്നാണ് മനസ്സിലാകുന്നത്. 506 വകുപ്പ് ഗൗരവമുള്ളതാണ്. 376 506മാണ്. 506 2 വർഷം തടവോ പിഴയോ രണ്ടും കൂടി ശിക്ഷയോ കോടതിക്ക് നൽകാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഏറെ ഗൗരവതരമായ ഒരവസ്ഥയിലൂടെ മലയാള സിനിമാ രംഗം കടന്നുപോകുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ ആരോപണ വിധേയനായി അറസ്റ്റിലേക്ക് പോകുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കണം. അഡ്ഹോക് കമ്മിറ്റി അടക്കം രൂപീകരിച്ച് ഇപ്പോൾ അമ്മ എന്ന സംവിധാനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം കൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആജ്ഞ രവീന്ദ്രൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ആജ്ഞ മുകേഷിനെ ചോദ്യം ചെയ്യുകയാണ്. മുകേഷ് അല്പം മുമ്പാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. വിശദാംശങ്ങൾ ലഭ്യമായി തുടങ്ങിയോ? SIT മുകേഷിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത്. ഈ ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ മുകേഷ് മുൻകൂർ ജാമ്യം നേടിയിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മുകേഷിന് മുൻകൂർ ജാമ്യം നൽകരുത് എന്ന തരത്തിലും ആ സമയത്ത് ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഈ ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കൊച്ചിയിലെ കോസ്റ്റൽ പോലീസ് ഓഫീസ് ആസ്ഥാനത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് IPSന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. ഈ മരടിലെ ഫ്ളാറ്റിലേക്ക് അവരെ വിളിച്ച് ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ് അവരുടെ പരാതി. എറണാകുളം സെഷൻസ് കോടതി നേരത്തെ തന്നെ ആണ് മുൻകൂർ ജാമ്യം നൽകിയിരുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അതായത് ഈ കേസ് ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ് ഉള്ളത്. ഇത് 2013 ശേഷം ഉണ്ടായ കേസ് ആയതുകൊണ്ടുകൂടി ഇതിന് ജാമ്യം ലഭിക്കുന്ന വകുപ്പിലല്ല ഉണ്ടായിരുന്നത്. മറ്റ് പരാതിക്കാരുടെ അല്ലെങ്കിൽ മറ്റ് ജൻസിന്റെയും കേസുകളുടെയും കാര്യത്തിൽ അതല്ല. അത് 2013 മുൻപുണ്ടായ കേസ് ആയതുകൊണ്ട് അതിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ടുകൂടിയാണ് അത് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷെ ഇവിടെ മുകേഷ് മുൻകൂർ ജാമ്യം ആണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. ഇത് ജാമ്യമില്ലാത്ത വകുപ്പ് ആയതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല MLA ആയതിനാൽ ഈ ഐഡന്റിഫിക്കേഷന്റെ ആവശ്യമില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ കടന്നിട്ട് നേരെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്ന ഒരു കേസ് കൂടി ആണ് ഇത്. എന്തായാലും കോസ്റ്റൽ പോലീസ് ഓഫീസിന്റെ ആസ്ഥാനത്ത് വെച്ചിട്ട് പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. മുകേഷിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ ഇവിടെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ പശ്ചാത്തലം കൂടിയുണ്ട്. നടന്മാർക്ക് കുരുക്കുമുറുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെ ഇനി ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ആരൊക്കെ അകത്തേക്ക് പോകുമെന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണണം. നമുക്കറിയാം, നേരത്തെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് ആരോപണ വിധേയനാണ്. ദിലീപുമായി ബന്ധപ്പെട്ട് ജയിൽവാസമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ആരോപണങ്ങളൊക്കെ ശരിയാണെങ്കിൽ അത് കോടതിക്ക് ബോധ്യപ്പെടുത്താൽ, പോലീസിന്റെ തെളിവുകൾ കൃത്യമായി കിട്ടിയാൽ കൂടുതൽ സിനിമാ നടന്മാർ കുരുക്കിലേക്ക് പോകുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കേണ്ടി വരും. കാരണം അത്രത്തോളം ഗൗരവതരമുള്ള ആരോപണങ്ങൾ കൂടിയാണ്. സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ അറസ്റ്റിന് തയ്യാറെടുക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും സർക്കാരും ഈ വിഷയത്തിൽ ഉറച്ച നിലപാടിൽ തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വന്ന പരാതികൾ, ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരിടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുള്ളതും, തിരുവനന്തപുരം സ്വദേശിയായ നടി നൽകിയ പരാതിയിൽ ഉറപ്പായും നടപടി ഉണ്ടാകും എന്നും വേണം മനസ്സിലാക്കാൻ. 2016 തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. ഹോട്ടലിലെ തെളിവെടുപ്പിൽ കൂടുതൽ തെളിവുകൾ SIT കണ്ടെത്തതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുന്നത്
എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ 376 എന്ന ഗൗരവമുള്ള വകുപ്പ് കൂടി സിദ്ദിഖിന് മേൽ ചുമത്തിയ പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. സിദ്ദിഖ് ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ സിദ്ദിഖ് ഒളിവിൽ പോയി എന്നാണ് സൂചനകൾ. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഇന്നലെ കൊച്ചി പടമുകളിലാണ് സിദ്ദിഖിന്റെ വീടുള്ളത്. പടമുകളിലെ വീട്ടിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹത്തെ അവിടെ കാണാൻ സാധിക്കുന്നില്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഫോൺ ഓഫ് ചെയ്ത പശ്ചാത്തലമുണ്ട്. പോലീസ് സംഘം എന്താണ് അവരുടെ നീക്കം എന്നത് നിർണായകമായി മാറുന്ന പശ്ചാത്തലമുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം തള്ളിയെന്നും സിദ്ദിഖ് ഒളിവിലാണ് എന്നും മൂന്നാമതായി സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക സംഘം നീക്കം തുടങ്ങി എന്നുമുള്ള വിവരമാണ്. ഏതായാലും നിർണായകമായ നിമിഷങ്ങളിലൂടെ മലയാള സിനിമ കടന്നു പോവുകയാണ്. നമുക്കറിയാം, അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സിദ്ദിഖ്, തെരഞ്ഞെടുപ്പിലൂടെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട സിദ്ദിഖ് നടന്മാരുടെ നടിമാരുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട ആൾ കൂടിയാണ്. പിന്നീട് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മ എന്ന സംഘടനയുടെ ഭാരവാഹികൾ ഒന്നടങ്കം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നു. സിദ്ദിഖിന് പിന്നാലെ മുകേഷിനും ജയസൂര്യയ്ക്കും എതിരെ അടക്കം വിവിധങ്ങളായ ആരോപണങ്ങൾ, നിവിൻ പോളിക്കും അടക്കം നിരവധിയായ ആരോപണങ്ങൾ പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. തുടർന്നാണ് പ്രത്യേക സംഘം രൂപീകരിക്കുകയും ഈ കേസുകൾ പരിഗണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത് അതിനൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയ നടിമാരുടെ മൊഴി ഒന്നുകൂടി രേഖപ്പെടുത്താനുമുള്ള നീക്കം പ്രത്യേക സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഓരോ തലത്തിലും കുരുക്കുകൾ നടന്മാർക്ക് മുറുകുന്ന പശ്ചാത്തലമുണ്ട്. ചില ആരോപണങ്ങൾ വസ്തുനിഷ്ഠമാണ് എന്നും ഈ സിദ്ദിഖിനെതിരെയും മറ്റും നൽകിയ മൊഴികൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നും കോടതി പറയുമ്പോൾ അതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിക്കുകയാണ്. സ്വാഭാവികമായും ഇനി എന്താണ് അന്വേഷണ സംഘ നീക്കം എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും. ഇപ്പോൾ ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, സിദ്ദിഖ് കൊച്ചിയിൽ ഇന്നലെ ഉണ്ടായിരുന്നു, പടമുകളിലെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇന്ന് അദ്ദേഹം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത തുലോം വിരളമാണ്. കാരണം മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകാൻ മുൻപ് തന്നെ അദ്ദേഹം കൊച്ചി വിട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ പോലീസ് സംഘത്തിന്റെ ഭാഗത്ത് നിന്ന്, SITയുടെ ഭാഗത്ത് നിന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അറസ്റ്റിന് തയ്യാറെടുക്കുകയാണോ അവർ? രഞ്ജിത്ത്, അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ സിദ്ദിഖിനെ ഇതിൽ ചോദ്യം ചെയ്യുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് തന്നെ ഉള്ളത്. ആ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇതിൽ അറസ്റ്റിലേക്ക് അടക്കമുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടത്. എന്തായാലും സിദ്ദിഖ് സംബന്ധിച്ച ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ സിദ്ദിഖ് കൊച്ചിയിലുണ്ടായിരുന്നു. അന്തരിച്ച നടി കബീർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ചടങ്ങിലെല്ലാം തന്നെയും അദ്ദേഹം അവിടെ സന്നിഹിതനായിരുന്നത് ഈ ദിവസം മുൻപാണ്. ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹം കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തെ സംബന്ധിയായ കാര്യങ്ങൾ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായൊരു വിവരത്തിലേക്ക് ആർക്കും തന്നെ എത്താനായിട്ട് കഴിയുന്നില്ല. സിദ്ദിഖിനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയും ഇവർ അന്വേഷണ സംഘം നടത്തിയിരുന്നു. പക്ഷേ ഈ മുൻകൂർ ജാമ്യം അതിൻ്റെ ഒരു ഏത് രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നത് കൂടി നിരീക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം എന്താണ് എന്നതുകൂടി അറിയേണ്ടതുണ്ടായിരുന്നു. ആ രീതിയിൽ മറ്റു കാര്യങ്ങളും മറ്റൊരു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വന്നിരിക്കുന്ന മറ്റു കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും ഒരു ഭാഗത്ത് നടക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുകേഷിനടക്കം ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ഈ സിദ്ദിഖിൻ്റെ ജാമ്യ ഹർജി ഇന്ന് തള്ളിയതോടുകൂടി അന്വേഷണ സംഘം ഈ വരും മണിക്കൂറുകളിൽ തന്നെ സിദ്ദിഖിനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡി എടുക്കുക, ചോദ്യം ചെയ്യുക എന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ചോദ്യം ചെയ്യുക, അതിനുശേഷമായിരിക്കും പിന്നീട് മറ്റു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി അറസ്റ്റിലേക്കാണോ നീങ്ങുന്നത് എന്നതടക്കമുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. വരും സമയത്ത് തന്നെ നമുക്കത് കൃത്യമായി പറയാൻ സാധിക്കും. കാരണം അന്വേഷണ സംഘം ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുകേഷിനെ ചോദ്യം ചെയ്യുന്ന ഇടത്താണ്. അതിനുശേഷം സിദ്ദിഖിലേക്ക് തിരിയുന്നുണ്ട്. സിദ്ദിഖിന് സംബന്ധിയായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. സിദ്ദിഖിന് ഇപ്പോൾ മൊബൈൽ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. പക്ഷേ വലിയ വൈകാതെ അദ്ദേഹത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അത് തന്നെയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വളരെ നിർണായകമായ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ കൊച്ചിയിൽ സിദ്ദിഖ് സജീവമായി തന്നെ പല കാര്യങ്ങളിലും കബീർ പൊന്നമ്മയുടെ അന്ത്യനിമിഷങ്ങളിലുമൊക്കെ ആദ്യ സമയത്ത് അന്ത്യാഞ്ജലി അർപ്പിക്കാനും മറ്റും പ്രധാനപ്പെട്ട നടന്മാർക്കൊപ്പം സിദ്ദിഖിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണിപ്പോൾ ഈ നിയമ നടപടികൾ അതിൻ്റെ ഗൗരവത്തിൽ മുന്നോട്ട് പോവുകയും അതുതന്നെയാണ് കാര്യം. നമുക്ക് ദൃശ്യങ്ങളടക്കം അന്ന് പ്രേക്ഷകർ കണ്ടതുമാണ്.
കബീർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി സിദ്ദീഖ് ഉണ്ടായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള പ്രധാനപ്പെട്ട നടന്മാർക്കൊപ്പം സിദ്ദീഖിൻ്റെ സാന്നിധ്യവും നമ്മൾ കണ്ടതാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്നു കാണാം എന്താണ് പ്രത്യേക സംഘത്തിൻ്റെ ഇനിയുള്ള നീക്കം എന്ന കാര്യത്തിൽ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് മുകേഷിനെ ചോദ്യം ചെയ്യുന്നു, മറുഭാഗത്ത് സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യം അദ്ദേഹം നിഷേധിക്കപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ സിനിമാ മേഖലയെ ആകപ്പാടെ ഗ്രസിച്ച, വല്ലാതെ അപമാനത്തിലാക്കിയ നിരവധി പരാതികളിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ നടൻ ദിലീപുമായി ബന്ധപ്പെട്ട ആ കേസ്, അതിൻ്റെ ഗൗരവം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ വിചാരണ ഇപ്പോഴും തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രമക്കേടുകൾ പിന്നീട് ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ടായിരുന്നു. എങ്ങനെ നിയമവ്യവസ്ഥയെ അടക്കം സ്വാധീനിക്കാം എന്ന കാര്യത്തിലൊക്കെ വ്യക്തമായ ഒരു ഉദാഹരണം കൂടിയായിരുന്നു ദിലീപിൻ്റെ നടിയെ ആക്രമിച്ച കേസ്. അതിൽ ഇരയ്ക്ക് ഇതുവരെ നീതി ലഭിക്കാത്ത പശ്ചാത്തലമുണ്ട്. ആരാണ് കുറ്റക്കാരൻ എന്ന കാര്യത്തിലും ഇപ്പോഴും ഈ വിചാരണ നടപടികളടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് കൂടുതൽ പ്രമുഖ നടന്മാർ ഇത്തരത്തിൽ കുടുങ്ങുന്നത് എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. സിദ്ദീഖിന്റെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.